നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിയിരുന്ന പ്രധാന പ്രതികളെ നോയിഡയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പത്താം ഉദയത്തിന് വിത്ത് മഹോത്സവവും പുഷ്പമേളയുമായി കാഡ്സ്. തൊഴിലുറപ്പ് കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ പഴയ KSRTC സ്റ്റാൻഡിന് സമീപം മേള സംഘടിപ്പിക്കുമെന്ന് കാഡ്സ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്ത കോളേജിലെ നിതിൻ രാജ് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരള യുക്തിവാദി സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വേനൽ കടുത്തതോടെ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ താഴുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 9 അടിയോളം ജലത്തിന്റെ കുറവാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ലാ വ്യാപാരോത്സവം 2026 മെഗാ ബമ്പർ നറുക്കെടുപ്പ് തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബറ ജലീൽ നറുക്കെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിയിരുന്ന പ്രധാന പ്രതികളെ നോയിഡയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. സിം ബോക്സുകളും ഒന്നിലധികം സിം കാർഡുകളും പരിസരത്ത് നിന്ന് പോലീസ് പിടിച്ചെടുത്തു. കേരള മണി ലെൻഡേഴ്സ് ആക്ട്, കേരള അമിത പലിശ ഈടാക്കൽ നിരോധന നിയമം, BNSന്റെ സെക്ഷൻ 308 എന്നിവ പ്രകാരം പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിയിരുന്ന പ്രധാന പ്രതികളെ നോയിഡയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഗാസിയാബാദിൽ നിന്നുള്ള ഋഷികേശ് തിവാരി, ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രശാന്ത് ഖേവൽ, ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നുള്ള പ്രകാശ് ജയ് എന്നിവരാണ് അറസ്റ്റിലായത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് Pയുടെ നിർദ്ദേശപ്രകാരം SI മിഥുൻ SVയുടെ നേതൃത്വത്തിലുള്ള സംഘം CPOമാരായ സുനിൽ K, ഡിജിൻ രാജ് PK എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. അധ്യാപകന്റെ പരാതിയെ തുടർന്നാണ് നടപടി. വിദ്യാർത്ഥി വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പ്രതി ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്ന കോളുകളും സന്ദേശങ്ങളും അയച്ചതായും അധ്യാപകനെ നിരന്തരം ഉപദ്രവിച്ചതായും ആരോപിക്കപ്പെടുന്നു. നമ്പറുകൾ ബ്ലോക്ക് ചെയ്തതിനു ശേഷവും മറ്റ് നിരവധി നമ്പറുകളിൽ നിന്നും പീഡനം തുടർന്നു. അന്വേഷണത്തിലൂടെ പോലീസ് നോയിഡിലേക്ക് സജീവമായ ഒരു നമ്പർ കണ്ടെത്തി പ്രവർത്തനം തിരിച്ചറിഞ്ഞു. ഒരു വലിയ നഗരത്തിൽ പ്രതിയെ കണ്ടെത്തുന്നതിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും സംഘം അവരുടെ ഓഫീസ് വിജയകരമായി തിരിച്ചറിഞ്ഞു. അവിടെ ഒരു IT സജ്ജീകരണം പോലെ പ്രവർത്തിച്ചിരുന്നു. വായ്പാ പ്രമോഷനുകൾ, വിതരണം, വീണ്ടെടുക്കൽ എന്നിവ കൈകാര്യം ചെയ്യുന്ന 40ഓളം ജീവനക്കാരുണ്ടായിരുന്നു. നോയിഡ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ റെയ്ഡിൽ പ്രതികൾ ഫോണുകൾക്ക് പകരം സിം ബോക്സുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തി. ഇവയ്ക്ക് ഒരേ സമയം 30 സിം കാർഡുകൾ വരെ മാസ് കോളിംഗിനായി പ്രവർത്തിപ്പിക്കാൻ കഴിയും. സിം ബോക്സുകളും ഒന്നിലധികം സിം കാർഡുകളും പരിസരത്തു നിന്നും പോലീസ് കണ്ടെടുത്തു. കേരള മണി ലെൻഡേഴ്സ് ആക്ട്, കേരള അമിത പലിശ ഈടാക്കൽ നിരോധന നിയമം, BNSന്റെ സെക്ഷൻ 308 എന്നിവ പ്രകാരം പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നു. പത്താം ഉദയത്തിന് വിത്ത് മഹോത്സവവും പുഷ്പമേളയുമായി കാഡ്സ്. തൊഴിലുറപ്പ് കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ പഴയ KSRTC സ്റ്റാൻഡിന് സമീപം മേള സംഘടിപ്പിക്കുമെന്ന് കാഡ്സ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 20-ന് PJ ജോസഫ് MLA മേള ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 30 വരെ നടക്കുന്ന മേളയിൽ ജൈവശ്രീ അവാർഡ് ദാനവും സംഘടിപ്പിക്കും. കേരളത്തിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മേടമാസത്തിലെ 10-ാം ഉദയത്തോടനുബന്ധിച്ച് കാഡ്സ് തൊടുപുഴയിൽ ഈ വർഷവും വിത്ത് ഉത്സവവും പുഷ്പമേളയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാചീനമായ ഞാറ്റുവേല കൃഷി സമ്പ്രദായം പുനഃസൃഷ്ടിച്ചുകൊണ്ട് കർഷകർക്ക് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നുണ്ടല്ലോ, അതായത് ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് നമ്മൾ വിത്ത് ഉത്സവം സംഘടിപ്പിക്കുന്നത്. അത് വലിയ ആവേശത്തോടു കൂടിയാണ് എല്ലാ വർഷവും കർഷകർ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ഈ വർഷം അത് കാലം തെറ്റാതെ, കാരണം ഏപ്രിൽ 23-നാണ് 10-ാം ഉദയം. അപ്പോൾ ഏപ്രിൽ 20-ന് തന്നെ നമ്മൾ ആരംഭിച്ച് ആ ഒരു 10 ദിവസക്കാലത്തേക്ക് എല്ലാ ഇനം ചെടികളും വിത്തുകളും കർഷകർ ലഭ്യമാക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ 10-ാം ഉദയത്തിലൂടെ ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി മറ്റ് പരിപാടികളൊന്നും കാര്യമായി തവണയില്ല. കലാപരിപാടികളോ സെമിനാറുകളോ ഒന്നുമില്ല.
ഈ വിത്തുകളും തൈകളും കർഷകരിൽ എത്തിക്കുക, അത് തന്നെയാണ് മുഖ്യമായിട്ടുള്ള ഉദ്ദേശം. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ പഴയ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഈ വർഷത്തെ മേള നടത്തുന്നത്. മേളയുടെ ഉദ്ഘാടനം ഏപ്രിൽ 20 തിങ്കളാഴ്ച രാവിലെ 11-ന് PJ ജോസഫ് MLA നിർവഹിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ആദ്യ വിൽപ്പന നിർവഹിക്കും. സ്വാമി വിവേകാനന്ദ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ അധ്യക്ഷനായിരിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മനോജ് കോക്കാട്ട്, ഷൈനി റെജി, മുനിസിപ്പൽ കൗൺസിലർമാരായ ഷാഹുൽ ഹമീദ്, രേണുക രാജശേഖരൻ, റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, സെക്രട്ടറി നവാസ്, തൊടുപുഴ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് PM സുരേഷ് ബാബു, ചെറുകിട അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ വഴുതലക്കാട്ട്, ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KM ബാബു, പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ, KC തങ്കച്ചൻ, ഉപാസന സെക്രട്ടറി ഡോക്ടർ സാബു വർഗീസ്, KHFA പ്രസിഡന്റ് MN ബാബു, ട്രാക്ക് പ്രസിഡന്റ് ശശി TM, ട്രാക്ക് മുൻ പ്രസിഡന്റ് MC മാത്യു എന്നിവർ ആശംസകൾ അർപ്പിക്കും. സാറാണ് ഉദ്ഘാടനം രാവിലെ 11 മണിക്ക് കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ പഴയ KSRTC സ്റ്റാൻഡിന് തൊട്ടിപ്പുറമുള്ള സ്ഥലത്താണ് തയ്യാറാക്കിയിട്ടുള്ളത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ആദ്യ വിൽപ്പന നിർവഹിക്കും. സ്വാമി വിവേകാനന്ദ കരൂരുള്ള സ്വാമിയാണ്. അദ്ദേഹം കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായൊരു പ്രവർത്തനം നടത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യ പ്രഭാഷണം. ഏപ്രിൽ 20 മുതൽ 30 വരെ നടക്കുന്ന മേളയോടനുബന്ധിച്ച് നാടൻ വിത്തിനങ്ങളായ ഇഞ്ചി, മഞ്ഞൾ, കച്ചോലം, കാച്ചിൽ, ചേന, ചെറുകിഴങ്ങ്, നനക്കിഴങ്ങ്, വിവിധയിനം കപ്പത്തണ്ടുകൾ, നാടൻ പയറിനങ്ങൾ, വെള്ളരി ഇനങ്ങൾ, അടത്താപ്പ് തുടങ്ങിയവ കർഷകരിൽ നിന്നും സംഭരിക്കുകയും വിതരണം നടത്തുകയും ചെയ്യും. കൂടാതെ നാണ്യവിളകളായ തെങ്ങ്, കൊക്കോ, ജാതി എന്നിവയുടെ അത്യുൽപാദന ശേഷിയുള്ള നടീൽ വസ്തുക്കളും ഉൽപാദനശേഷി കൂടിയ മഞ്ചേരി കുള്ളൻ ഏത്തവാഴ കന്നുകളും വിവിധയിനം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളും വിതരണം ചെയ്യും. 100ഓളം പച്ചക്കറി തൈകളും വിത്തുകളും മേളയിൽ വിതരണം ചെയ്യും. ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി തുടങ്ങിയ വിവിധയിനം കോഴിക്കുഞ്ഞുങ്ങൾ, കോഴിക്കൂടുകൾ, തേനീച്ചപ്പെട്ടികൾ എന്നിവയും കർഷകർക്ക് ലഭ്യമാക്കും. പുഷ്പമേളയോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പൂക്കളുടെ പ്രദർശനമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് പോട്ടുകൾ, റബ്ബർ പോട്ടുകൾ, ഗ്രോ ബാഗ്, കൊക്കോപീറ്റ് എന്നിവയുടെ വൻ ശേഖരം മേളയിലുണ്ടായിരിക്കും. എല്ലാ ദിവസവും 9:30 മുതൽ വൈകിട്ട് 7:30 വരെ ആയിരിക്കും പ്രദർശനം. പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും കാർഡ്സ് ഭാരവാഹികൾ അറിയിച്ചു. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ, സെക്രട്ടറി NJ മാമച്ചൻ, ഡയറക്ടർമാരായ VP സുകുമാരൻ, സിബിൻ വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്ത കോളേജിലെ നിതിൻ രാജ് കൊലപാതകത്തെ പ്രതിഷേധിച്ച് കേരള യുക്തിവാദി സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി ടൗൺ ഹാളിന് മുന്നിൽ സായാഹ്ന ധർണ നടത്തി. എഴുത്തുകാരനും ചിന്തകനും കേരള യുക്തിവാദി സംഘം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താനം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജ് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരള യുക്തിവാദി സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി ടൗൺ ഹാളിന് മുമ്പിൽ സായാഹ്ന ധർണ നടത്തി. എഴുത്തുകാരനും ചിന്തകനും കേരള യുക്തിവാദി സംഘം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താനം ഉദ്ഘാടനം ചെയ്തു. പട്ടികവർഗത്തിൽപ്പെട്ട ഇടുക്കിക്കാരനായ കുട്ടിയെ രാത്രിയിൽ വിളിച്ചു വരുത്തിയാണ് വെട്ടിക്കൊന്നത്. ആരാണ് കൊന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കേസിന് ഇവിടെ 10 വർഷം ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിച്ചിട്ട് ആ കുട്ടിയുടെ ഘാതകനെ കണ്ടുപിടിക്കാനോ ആ കേസ് ഹൈക്കോടതിയിൽ എത്തിക്കാനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ കേസിന്റെ ഫയലുകൾ കാണാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടമാണ് നാം കാണുന്നത്. വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളെ മുഴുവൻ പോസ്റ്റ് എഴുതിയ ആളുകൾ അതേ വർഗീയവാദികളുമായി അഭിമന്യുവിന്റെ കൊലയാളികളുമായി സന്ധി ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത്. അഭിമന്യുവിന്റെ പേരിൽ 3.5 കോടി രൂപ പിരിച്ചു. ഒരു ചെറിയ വീടുണ്ടാക്കി കൊടുത്തു. ബാക്കി പൈസ കൊണ്ടുപോയി ആവശ്യക്കാരോട് കൊണ്ടടിച്ചു. നിതിൻ രാജിന്റെ ഭരണം വന്നു. ഉടനെ പറഞ്ഞ വീട് പണിയുക എന്നതാണോ നിതിൻ രാജിന്റെ കൊലപാതകത്തിനോട് ചെയ്യുന്ന നീതി? എന്തിന്റെ പേരിലാണ് നിതിൻ രാജ് കൊല്ലപ്പെട്ടത്? ജാതി അധിക്ഷേപത്തിന്റെ പേരില് ജാതി അല്ലെങ്കിൽ പട്ടികജാതിക്കാരനായി പോയതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ജിതിനെ എങ്ങനെയാണ് നേരിടാൻ കഴിയുക? അവന് നീതി കൊടുക്കുന്നതിനെ കുറിച്ച് പകരം അവന്റെ പേര് പണപ്പരിവ് നടത്താനുള്ള പരിപാടിയാണ് നമ്മുടെ ആളുകൾ ആഗ്രഹിക്കുന്നത്. നോക്കൂ, എത്ര പെട്ടെന്നാണ്, എത്ര അനായാസമായിട്ടാണ് പ്രശ്നങ്ങളെ നമ്മൾ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സംഘം നിർവാഹക സമിതി അംഗം NK ദിനേശ് അധ്യക്ഷനായി. CPIM-L ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞള്ളൂർ, PY ജോണി, സിജു രാജാക്കാട്, TC സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വേനൽ കടുത്തതോടെ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ താഴുന്നു.
കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 9 അടിയോളം ജലത്തിന്റെ കുറവാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കടുത്ത വേനലിൽ ഇടുക്കി വറ്റുന്നത് സംസ്ഥാനത്തിന്റെ ഊർജ്ജ മേഖലയെ ആശങ്കയിലാക്കുന്നു. സംസ്ഥാനത്ത് വേനൽ കടുത്തതോടെ ഇടുക്കി ജലസംഭരണിയിലെ ജലനിരപ്പ് ദിനംപ്രതി താഴുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 8.92 അടി വെള്ളത്തിന്റെ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വേനൽ മഴ കാര്യമായി ലഭിക്കാത്തതും ജില്ലയിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടും സ്ഥിതിഗതികൾ വഷളാക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേസമയം 2347.56 അടിയായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ്. എന്നാൽ ഇന്നത് 2338.64 അടിയിലേക്ക് താഴ്ന്നിരിക്കുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8.92 അടിയോളം വെള്ളം നിലവിൽ കുറവാണ്. ഡാമിലേക്കുള്ള പ്രധാന നീരൊഴുക്കുകൾ പലതും ഇതിനോടകം വറ്റിത്തുടങ്ങി. ഉയർന്ന താപനില കാരണം ജലം വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെട്ടു പോകുന്നതും മൂലമറ്റത്തെ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിച്ചതും ജലനിരപ്പ് വേഗത്തിൽ താഴാൻ കാരണമായി. വേനൽ മഴ എത്താൻ ഇനിയും വൈകിയാൽ സ്ഥിതി കൂടുതൽ വഷളാകും. വരാനിരിക്കുന്ന മാസങ്ങളിൽ ജലനിരപ്പ് ഇനിയും താഴാനാണ് സാധ്യതയെന്ന് KCB അധികൃതർ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ കേരളം കടുത്ത വൈദ്യുതി നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങിയേക്കുമെന്ന സൂചനയാണ് അധികൃതർ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന ജില്ലാ വ്യാപാരോത്സവം 2026 മെഗാ മെമ്പർ നറുക്കെടുപ്പ് തൊടുപുഴയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ നറുക്കെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യ നറുക്കെടുപ്പ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന ജില്ലാ വ്യാപാരോത്സവം 2026 മെഗാ ബമ്പർ നറുക്കെടുപ്പ് തൊടുപുഴ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ നറുക്കെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷത്തോടുകൂടി എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ ഈ കർത്തവ്യം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആദ്യ നറുക്കെടുപ്പ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. കുറേ ദിവസങ്ങളോളം നീണ്ടുനിന്ന് അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച് നിരവധിയായ സമ്മാനങ്ങൾ നൽകി എത്രയോ നറുക്കെടുപ്പുകൾ കടന്നു കഴിഞ്ഞു. എത്രയോ ഗൃഹോപകരണങ്ങളും ഒക്കെ ആളുകൾക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊരു വലിയ സംരംഭമായി മാറുകയും വ്യാപാര സമൂഹം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാടിനു വേണ്ടി ചെയ്യുന്ന വലിയ ഒരു സംഭാവന കൂടി, കച്ചവടം മാത്രമല്ല തിരിച്ച് ഒരു വലിയ സംഭാവന കൂടി അല്ലെങ്കിൽ ഒരു സേവനം കൂടി ഈ നാടിനു വേണ്ടി ചെയ്യുന്നുണ്ട് എന്നതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് നടക്കുന്നത്. ബമ്പർ സമ്മാനം ഇന്നോവ ക്രിസ്റ്റ കാറിന്റെ നറുക്കെടുപ്പ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ഉടമ റിയാസ് നിർവഹിച്ചു. 4 0 5. സമ്മാനാർഹമായ കൂപ്പണുകളുടെ ഔദ്യോഗിക പ്രഖ്യാപനം തൊടുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബൈജു നിർവഹിച്ചു. തൊടുപുഴ പീരുമേട് മണ്ഡലങ്ങളിലെ മെഗാ ബമ്പർ സമ്മാനം മാരുതി ഓൾട്ടോ കാറുകളുടെ നറുക്കെടുപ്പ് ഇമ്പൾസ് മൊബൈൽസ്, ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ വെച്ച് നടത്തി. നറുക്കെടുപ്പ് നടപടികൾക്ക് ജില്ലാ ഭാരവാഹികളായ നജീബ് ഇല്ലത്തുപറമ്പിൽ, KR വിനോദ്, R രമേശ്, PM ബേബി, TC രാജു, തങ്കച്ചൻ കോട്ടയ്ക്കകത്ത്, CK ബാബുലാൽ, ഷിബു തോമസ്, VS ബിജു, സിബി കൊച്ചുവള്ളാട്ട്, മജോ കരിമുട്ടം, ഷാജി കാഞ്ഞമല, നാസർ സൈറ, R സുരേഷ്, നവാസ്, NB ചാക്കോ, സാൻഡി കണ്ണാട്ട്, PJ ജോൺസൺ, ഷിജോ തടത്തിൽ, ജെയിംസ് റോബർട്ട് എന്നിവർ നേതൃത്വം നൽകി. ഇതിന്റെ സമ്മാനദാനം തൊടുപുഴയിൽ വെച്ച് തന്നെ കൂപ്പണുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് വൈകാതെ നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തിരഞ്ഞെടുപ്പ് തോറ്റാൽ വനവാസത്തിന് പോകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ സതീശൻ വനവാസത്തിന് പോയിരുന്നു. പക്ഷേ രാഷ്ട്രീയ വനവാസത്തിന് അല്ല എന്ന് മാത്രം. വാഗമണ്ണിൽ പുതുതായി ആരംഭിച്ച വനവാസം എന്ന റിസോർട്ടിന്റെ ഉദ്ഘാടനത്തിനായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. വാഗമണിലെ മനോഹരമായ പ്രകൃതിയിലൊരുങ്ങിയ പുതിയ വിനോദസഞ്ചാര സംരംഭമായ വനവാസം റിസോർട്ടിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിതെളിച്ചു. മുൻ വനമന്ത്രി KP വിശ്വനാഥന്റെ സഹോദരി പുത്രൻ അശ്വിനാണ് ഈ പുതിയ സംരംഭത്തിന് പിന്നിൽ. രാവിലെ 10 മണിയോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. സ്വകാര്യ ചടങ്ങായതിനാൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ VD സതീശൻ നടത്തിയ വനവാസം പരാമർശം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിവാദങ്ങൾക്കും ഏറെ മുൻപ് തന്നെ റിസോർട്ടിന് വനവാസം എന്ന പേര് നിശ്ചയിച്ചിരുന്നുവെന്ന് ഉടമകൾ വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുട്ടിക്കാനത്ത് അവധിക്കാലം ചെലവഴിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇവിടുത്തെ ട്രക്കിംഗ് ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു.
അവധിക്കാലം പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹം വാഗമണിലെ ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, വാഗമൺ. രോഗിയെ പൂർണ്ണമായും ബോധം കെടുത്താതെയുള്ള അതീവ സങ്കീർണമായ എവേക് ക്രാനിയോട്ടമി ശസ്ത്രക്രിയ മാസ് ലിവ മെഡിസിറ്റിൽ വിജയകരമായി പൂർത്തിയാക്കി. ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സരീഷ് കുമാർ MKയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയ വിജയകരമാക്കിയത്. ന്യൂറോ നാവിഗേഷൻ, എൻട്രാ ഓപ്പറേറ്റീവ് ന്യൂറോ മോണിറ്ററിംഗ് എന്നീ നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയായിരുന്നു ശസ്ത്രക്രിയ. രോഗിയെ പൂർണ്ണമായും ബോധം കെടുത്താതെയുള്ള അതീവ സങ്കീർണമായ എവേക് ക്രാനിയോട്ടമി ശസ്ത്രക്രിയ മാർസ് ലിവ മെഡിസിറ്റിയിൽ വിജയകരമായി പൂർത്തിയാക്കി. തലച്ചോറിലെ ചലന നിയന്ത്രണ മേഖലയ്ക്ക് സമീപം ട്യൂമർ ബാധിച്ച 27-കാരിക്കാണ് പൂർണ്ണമായും മയക്കാതെ ബോധാവസ്ഥയിൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇടുക്കി സ്വദേശിയായ യുവതിയുടെ തലച്ചോറിന്റെ മുൻഭാഗമായ ഫ്രോണ്ടൽ ലോബിൽ ചലനശേഷിയെയും സംസാരശേഷിയെയും നിയന്ത്രിക്കുന്ന സുപ്രധാന കേന്ദ്രങ്ങൾക്ക് തൊട്ടടുത്തായിരുന്നു ട്യൂമറിന്റെ സ്ഥാനം. ശസ്ത്രക്രിയയ്ക്കിടെ ഈ ഭാഗങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ രോഗിയുമായി സംസാരിക്കുകയും നിർദ്ദേശങ്ങളോട് പ്രതികരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. പഠിക്കാൻ നോക്കട്ടെ, ആ പാട്ടത് കേട്ടിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാൻ. എൻ്റെ പേര് അനിറ്റ ജോർജ്. ഞാൻ കോഴിക്കുളത്തു നിന്ന് വരുന്നു. അപ്പം ഞാൻ 2 ഹോസ്പിറ്റലുകളിൽ തലയുടെ ട്യൂമറായിട്ട് പോയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ പ്രാവശ്യമാണ് സരീഷ് സാറിൻ്റെ അടുത്ത് വരുന്നത്. അപ്പം സാറ് അവേക് ക്രാനിയോട്ടമി എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെ ഇത് മുഴയെടുത്ത് നീക്കിക്കളയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തന്നതിന് ശേഷമാണ് അവേക് ക്രാനിയോട്ടമി എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് നമ്മൾ കടന്നത്. ഒന്നും കൂടെ MRI എടുത്ത് അത് കൺഫേം ആക്കിയ ശേഷമാണ് നമ്മളത് ചെയ്തത്. ട്യൂമറൊക്കെ നാവിഗേറ്റ് ചെയ്ത് എവിടെയാണ് അതിൻ്റെ നാവിഗേഷൻ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് ചെയ്തത്. പിന്നീട് അവേക് ക്രാനിയോട്ടമിനെ കുറിച്ചും കൂടെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സേഫാണ്, റിസ്ക് ഫാക്ടർ കുറവാണ്, കുറച്ചും കൂടെ എന്താ പറയുക, നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ അതിനകത്ത് ഇൻവോൾവഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്ര ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്ത എല്ലാ ഡോക്ടേഴ്സും, പ്രത്യേകിച്ച് സരീഷ് സാറും അതുപോലെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാ ഡോക്ടേഴ്സും, അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ്, നേഴ്സുമാർ, അവരുടെയൊക്കെ സപ്പോർട്ട് വളരെ വലുതാണ്. ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സരീഷ് കുമാർ MKയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ശസ്ത്രക്രിയ വിജയകരമാക്കിയത്. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് രോഗി പാട്ടുപാടിക്കൊണ്ട് ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാറുണ്ടോ? ശരിക്കും അങ്ങനെയുള്ള സർജറികളുണ്ട്. അതിൻ്റെ പേരാണ് എവേക് ക്രാനിയോട്ടമി. അതായത് തലച്ചോറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായ മോട്ടോർ കോർട്ടെക്സ്, സെൻസറി കോർട്ടെക്സ് എന്നീ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മുഴകളോ തടിപ്പുകളോ ഒക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് രോഗിയെ നമ്മൾ പൂർണ്ണമായും ബോധം കെടുത്തത്തില്ല. പേഷ്യൻറ്റിന് ബോധമുണ്ടാവും, അവർ നമ്മളോട് സംസാരിക്കും, നമ്മൾ പറയുന്ന കമാൻഡുകൾ ഒബേ ചെയ്യും, ചിലപ്പോൾ പാട്ട് പാടും, ചിലപ്പോൾ ഗിറ്റാർ വായിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്നത് ഏറ്റവും ആധുനികമായ ന്യൂറോ നാവിഗേഷൻ, ന്യൂറോ മോണിറ്ററിംഗ് എന്നിവയൊക്കെ ഉപയോഗിച്ച് തലച്ചോറിലെ ഈ മോട്ടോർ കോർട്ടെക്സിൻ്റെ അടുത്തോ അതിൽ തന്നെയോ ഒക്കെയുള്ള മുഴകളെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യും. അപ്പോൾ ഈ നീക്കം ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ എന്നറിയാൻ അവരോട് പാട്ട് പാടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കൈകാലുകൾ അനക്കാനോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഓപ്പറേഷൻ നിർത്താൻ സാധിക്കും. അബോധാവസ്ഥയിലുള്ള രോഗികളിൽ നമുക്കിത് കൃത്യമായി അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചികിത്സാ രീതികൾ ഏറ്റവും ആധുനികമായിട്ടുള്ള ചികിത്സാ രീതികളാണ്. ഇതിന് പറയുന്നതാണ് എവേക് ക്രാനിയോട്ടമി എന്ന്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതാണ്. ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാറ്റാടിത്തണലും തണലത്തരം മതിലും എന്ന ഗാനം ആലപിച്ച് കിടക്കുകയായിരുന്നു രോഗി. ന്യൂറോ നാവിഗേഷൻ, ഇൻട്രാ ഓപ്പറേറ്റീവ് ന്യൂറോ മോണിറ്ററിംഗ് എന്നീ നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയായിരുന്നു ശസ്ത്രക്രിയ. ട്യൂമറിന്റെ സ്ഥാനം കൃത്യമായി നിർണയിച്ച ശേഷം സുപ്രധാന കോശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ട്യൂമർ പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിച്ചു. ഡോക്ടർ സരീഷ് കുമാറിനോടൊപ്പം അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ശിവാനി ബക്ഷിയും ശസ്ത്രക്രിയയുടെ ഭാഗമായി. ശസ്ത്രക്രിയയിലുടനീളം രോഗി പൂർണ്ണമായും ഡോക്ടറുടെ നിർദ്ദേശങ്ങളോട് സഹകരിച്ചതിനാൽ സംസാരശേഷിയിലോ ചലനശേഷിയിലോ യാതൊരു തകരാറുകളും സംഭവിക്കാതെ തന്നെ ശസ്ത്രക്രിയ പൂർത്തീകരിക്കാൻ സാധിച്ചു. പ്രാഥമിക പരിശോധനയിൽ ട്യൂമർ അപകടകാരിയല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുഖം പ്രാപിച്ച രോഗി ആശുപത്രി വിടുകയും ചെയ്തു. സാധാരണക്കാരായ രോഗികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ലഭ്യമാക്കുന്നതിൽ
മാർസ്ലിവ മെഡിസിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. അത്യാധുനിക ചികിത്സാ രംഗത്ത് പുതിയ മുന്നേറ്റം കൂടിയാണ് അതീവ സങ്കീർണമായ എവേക് ക്രാനിയോട്ടമി ശസ്ത്രക്രിയ. നട്ടെല്ല്, നാഡി, തലച്ചോറ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും അപകടത്തിൽപ്പെടുന്നവർക്കും ആധുനിക ചികിത്സകളും നൂതന രീതിയിലുള്ള ശസ്ത്രക്രിയകളും മാർസ്ലിവ മെഡിസിറ്റിയിലെ ന്യൂറോ ആൻഡ് സ്പൈൻ സർജറി വിഭാഗത്തിൽ ലഭ്യമാണ്. ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയകൾ, കീഹോൾ സ്പൈൻ സർജറി, അന്യൂറിസം കോയിലിംഗ്, അന്യൂറിസം ക്ലിപ്പിംഗ്, കോംപ്രഹെൻസീവ് ന്യൂറോ സർജിക്കൽ പ്രാക്ടീസ്, എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി, മൈക്രോ ന്യൂറോ സർജറി, മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി ആൻഡ് സ്പൈൻ സ്റ്റെബിലൈസേഷൻ, ഫ്ലോ ഡൈവേർട്ടർ സ്റ്റെന്റ് ഫോർ കോംപ്ലക്സ് അന്യൂറിസംസ്, ഇൻട്രാ ഓപ്പറേറ്റീവ് ന്യൂറോ നാവിഗേഷൻ ഗൈഡഡ് സർജറി, സ്പൈനൽ ട്യൂമർ എക്സിഷൻ, സർവിക്കൽ കോർപ്പക്ടോമി, റിവിഷൻ സ്പൈൻ സർജറീസ്, നാവിഗേഷൻ അസിസ്റ്റഡ് സ്പൈൻ സർജറി തുടങ്ങിയവ ഉൾപ്പെടെയുള്ള നൂതന ചികിത്സാ രീതികൾ മാർസ്ലിവ മെഡിസിറ്റിയിൽ ന്യൂറോ ആൻഡ് സ്പൈൻ സർജറി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നടന്നുവരുന്നു. ഓക്സീവ് സൊല്യൂഷൻസിന്റെ പുതിയ ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തന മേഖല കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഫീസിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. തൊടുപുഴ നടുക്കണ്ടത്തെ പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. ഓക്സീവ് സൊല്യൂഷൻസിന്റെ പുതിയ ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1.5 പതിറ്റാണ്ടായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഓക്സീവ് സൊല്യൂഷൻസ് കൂടുതൽ സൗകര്യത്തോടെയാണ് പുതിയ ഓഫീസിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. BCA, MCA, BTech തുടങ്ങിയ കമ്പ്യൂട്ടർ അനുബന്ധ കോഴ്സുകൾ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തൊടുപുഴയിൽ മികച്ച ശമ്പളത്തിൽ ജോലി ചെയ്യുവാൻ അവസരമൊരുക്കുക, പഠനത്തോടൊപ്പം സോഫ്റ്റ്വെയർ, മൊബൈൽ ആപ്പ്, ഡേറ്റാബേസ്, അക്കൗണ്ടിംഗ് എന്നിവയിൽ പരിശീലനം നേടുന്നതിന് അവസരം നൽകുക തുടങ്ങിയ ലക്ഷ്യത്തിലാണ് ഓഫീസ് സംവിധാനം വിപുലീകരിച്ചത്. തൊടുപുഴ നടുക്കണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. സ്വപ്രയത്നത്താലെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ശ്രീ ജോമി പി ചാക്കോയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ രാജ്യത്തും വിദേശങ്ങളിലും തൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ച് ഈ ഓക്സി സൊല്യൂഷൻസ് വിജയകരമായി മുന്നോട്ട് നയിക്കുന്ന CEO ശ്രീ ജോമി പി ചാക്കോയെ അഭിനന്ദിച്ചുകൊണ്ട്, ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഓക്സീവ് സൊല്യൂഷൻസ് CEO ജോമി പി ചാക്കോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ R ഹരി, ഇടുക്കി ജില്ലാ DCC പ്രസിഡന്റ് CP മാത്യു, CPIM തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറി TR സോമൻ, BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, തൊടുപുഴ താലൂക്ക് എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് PJ ജോർജ് പുതുമന, നടുക്കണ്ടം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ERP സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, അക്കൗണ്ട്സ് ആൻഡ് ERP ട്രെയിനിംഗ് ഡിവിഷൻ, ERP അക്കൗണ്ട്സ് ട്രെയിനിംഗ്, ഇന്റേൺഷിപ്പ് ആൻഡ് പ്രോജക്ട് ഡെവലപ്മെന്റ് സെന്റർ, BTech, BCA, MCA വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ്, ഫൈനൽ ഇയർ പ്രോജക്ട് ഗൈഡൻസ്, ഡേറ്റാബേസ് ട്രെയിനിംഗ് യൂണിറ്റ്, റോബോട്ടിക്സ് ആൻഡ് ആർഡിനോ ട്രെയിനിംഗ് ലാബ് തുടങ്ങി വിവിധ സൗകര്യങ്ങൾ പുതിയ ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ തൊടുപുഴ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി PC ജോസഫ് ഓടക്കാലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PS സോമൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ PN കൃഷ്ണൻ, PG പത്മനാഭൻ, യൂണിറ്റ് സെക്രട്ടറി SN മേനോൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് PS സോമൻ, സെക്രട്ടറി G രവീന്ദ്രൻ, ട്രഷറർ KK രവി എന്നിവരെ തിരഞ്ഞെടുത്തു.
ചെയ്ത് പെൻഷൻ കിട്ടിയവർ വന്ന നീതി വിഷയമാണ്. അതെന്താ അങ്ങനെ വരാൻ കാരണം അതിനെക്കുറിച്ച് അവർ പറയുന്നു. അതിനെ ആ ഭാഗം കൃത്യമായിട്ട് എഴുതി ചേർന്നത് ഇപ്പോൾ വിദഗ്ധരായിരിക്കുന്ന മുഖ്യമന്ത്രി അപ്പോൾ വിദഗ്ധരായിരിക്കുന്ന മുഖ്യമന്ത്രി തിരിച്ചു വരുന്ന മുറയ്ക്ക് ധനകാര്യ മന്ത്രി, സഹകരണ മന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രി, 3 മന്ത്രിമാരെയും നിർത്തി ചർച്ച ചെയ്ത് പെൻഷൻ സമയബന്ധിതമായി പരിഷ്കരിക്കും. ഒരു ഭാഗത്തോടെ ഇത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. അപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന തരത്തിൽ പെൻഷൻ സമയബന്ധിതമായി പരിഷ്കരിക്കും എന്ന് ഒരു ഭാഗമുണ്ട്. സമയബന്ധിതമായി പരിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ട് 2023 ശേഷം 3 കൊല്ലം ഈ 3 കൊല്ലം പരിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പരിഷ്കരിക്കേണ്ടതാണ്. 15 കൊല്ലം കൊണ്ടുള്ള പരിഷ്കാരം നമുക്കിപ്പോഴുള്ളത് എന്ന് പറഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ, നമ്മുടെ ഓഫീസിന്റെ മുമ്പിൽ, നയമന്ത്രിയുടെ മുമ്പിൽ കിട്ടാവുന്ന എല്ലാ വേദികളിലും സമരം എന്ന് വേണ്ട നിരന്തരം സമരം ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെല്ലാം ഈ പിണറായിയാണ് അധികാരത്തിലെന്നുള്ളത് കൊണ്ട് കൊടും ചൂട് ഇടുക്കിയിലെ കാർഷിക മേഖലയെയും സാരമായി ബാധിച്ചു. ഹൈറേഞ്ചിലെ ആയിരക്കണക്കിന് കർഷകരുടെ വരുമാന മാർഗമായ ഏലം കൃഷി ചൂടുമൂലം കരിഞ്ഞുണങ്ങുകയാണ്. വേനൽ മഴ ലഭിക്കാത്തതും ജലസ്രോതസ്സുകൾ വരേണ്ടതും കർഷകർക്ക് തിരിച്ചടിയായി. വേനൽ ചൂടിൽ ഇടുക്കിയിലെ ഏലം മേഖല കടുത്ത പ്രതിസന്ധിയിലായി. താപനില 30 ഡിഗ്രി കടന്നതോടെ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങുകയാണ്. വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ ചെടികൾ ഉണങ്ങിപ്പോകാതെ നിലനിർത്താൻ കഴിയൂ. ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ ജലസ്രോതസ്സുകൾ വറ്റിയതും ജലസേചനം നടത്താൻ കഴിയാത്തതും പ്രതിസന്ധിയായി മാറി. ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുന്നതും കർഷകരെ വലിയ സാമ്പത്തിക നഷ്ടത്തിലാക്കുകയാണ്. ഇപ്പോഴത്തെ ഈ അതിഭയങ്കരമായ ചൂട് ഏലം കർഷകർക്ക് ഒരു വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഗ്രീനെറ്റൊക്കെ കെട്ടി പരമാവധി നമ്മൾ നനച്ചെങ്കിൽ പോലും ഈ വർഷം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തൊരു ഘട്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഏലം കൃഷിയാണ് ഒരു വരുമാന മാർഗ്ഗമുള്ളൂ. പണ്ടൊക്കെ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കൊടികളെല്ലാം നശിച്ചുപോയി, കാപ്പി കൃഷിയെല്ലാം നശിച്ചുപോയി. ഇപ്പോൾ ആകെയുള്ള വരുമാന മാർഗ്ഗം നമുക്ക് ഏലമാണ്. ശക്തമായ വെയിലിൽ ഏലച്ചെടികളും വള്ളികളും കരിഞ്ഞുണങ്ങി നശിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ വരൾച്ചയിൽ 113 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഏലം കർഷകർക്കുണ്ടായത്. ഇത്തവണ കർഷകർ വലിയ ആശങ്കയിലാണ്. തണൽ വലകൾ വിരിക്കുന്നതിനും ദിവസേന നനയ്ക്കുന്നതിനും കർഷകർക്ക് വലിയ തോതിൽ പണം മുടക്കേണ്ടി വരുന്നു. ഇടുക്കി ഹൈറേഞ്ചിലെ ആയിരക്കണക്കിന് കർഷകരാണ് ഇപ്പോൾ ആശങ്കയിൽ കഴിയുന്നത്. ഇടയ്ക്ക് ഒരു വേനൽ മഴ പോലും ലഭിക്കാത്ത കൃഷിയിടങ്ങളാണ് കൊടിയ വരൾച്ചയെ നേരിടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നിയന്ത്രണം വിട്ട് മിനി പിക്കപ്പ് പോസ്റ്റിലിടിച്ച് അപകടം. തൊഴിൽ ന്യൂമാൻ കോളേജ് ബൈപ്പാസിൽ സെൻട്രിയൽ മാർട്ടിന് സമീപമാണ് അപകടം ഉണ്ടായത്. ശനിയാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ സാരമായി പരിക്കേൽക്കാതെ യാത്രക്കാർ രക്ഷപ്പെട്ടു. വിഷുദിനത്തിൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊടുപുഴ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴികാടൻ ദർശനം നടത്തി. ക്ഷേത്രം മേൽശാന്തി മധു നമ്പൂതിരി കൈനീട്ടം നൽകി. മാനേജർ B ഇന്ദിര അദ്ദേഹത്തെ സ്വീകരിച്ചു. കേരള കോൺഗ്രസ് M സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി അംഗം C ജയകൃഷ്ണൻ, ഗോകുലം ഗ്രൂപ്പ് ഡയറക്ടർ KK പുഷ്പാങ്കദൻ എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിയിരുന്ന പ്രധാന പ്രതികളെ നോയിഡയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പത്താമതയത്തിന് വിത്ത് മഹോത്സവവും പുഷ്പമേളയുമായി കാഡ്സ്. തൊഴിലുറ കാഞ്ഞമറ്റം ബൈപ്പാസിൽ പഴയ KSRTC സ്റ്റാൻഡിന് സമീപം മേള സംഘടിപ്പിക്കുമെന്ന് കാഡ്സ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്ത കോളേജിലെ നിതിൻ രാജ് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരള യുക്തിവാദി സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വേനൽ കടുത്തതോടെ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ താഴുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്
9 അടിയോളം ജലത്തിന്റെ കുറവാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ല വ്യാപാരോത്സവം 2026 മെഗാ ബമ്പർ നറുക്കെടുപ്പ് തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബറ ജലീൽ നറുക്കെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.